الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मऊद अलैहिस्सलाम ने अपनी कुतुब में तहरीरात में ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥങ്ങളിലും ലിഖിതങ്ങളിലും के मकसद के बारे में നിർദ്ദേശങ്ങളിലും बताया. बस हम തന്റെ നിയോഗ ഉദ്ദേശത്തെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. की बैत में आने का दावा करते हैं. അതിനാൽ हमें चाहिए ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ചേർന്നു എന്ന് വാദിക്കുന്ന നാം को हमेशा अपने सामने रखें ताकि आप ഈ ഉദ്ദേശങ്ങളെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. होने അപ്പോൾ മാത്രമേ वालों में शुमार हो सकें. നാം ആ മഹാത്മാവിന്റെ ജമാഅത്തിൽ അംഗങ്ങളായി എന്നതിന്റെ കടമ നിവർത്തിക്കപ്പെടുകയുള്ളൂ. इन मकासद में से इस वक्त में बात आपके सामने पेश करूंगा. പ്രസ്തുത ഉദ്ദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഏതാനും ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ്. फरमाया कि मुझे अल्लाह ताला ने इस जमाने ഹദ്രത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു എന്നെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. इस बात ജനങ്ങൾ हो വിശ്വാസ ദൃഢതയിൽ അഭിവൃദ്ധി കൈവരിക്കുന്നതിനായി. और दुआओं को सुनता है और नेकियों का अजर देता है. അള്ളാഹു ഉണ്ട്, അവൻ അർത്ഥനകളെ കേൾക്കുന്നു, നന്മകൾക്ക് പ്രതിഫലം നൽകുന്നു, फरमाते हैं തിന്മകൾക്ക് ശിക്ഷയും നൽകുന്നു എന്ന ദൃഢവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിനായി. ईमान ആ മഹാത്മാവ് नेक അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, मुकम्मल तौर पर വിശ്വാസം പരിപൂർണമാകാത്തതുവരെ മനുഷ്യന് जो जो को പൂർണമായ നിലയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. कमी होगी. പറയുന്നു, बस ന്യൂനതയുള്ളതനുസരിച്ച് സൽക്കർമ്മങ്ങളിൽ കുറവുണ്ടാകുന്നു. और यकीन पैदा करने അതിനാൽ आते हैं और यही हज़रत मसीह मौऊद अलैहिस्सलाम की അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസവും ദൃഢജ്ഞാനവും ജനിപ്പിക്കുന്നതിനായിട്ട് ताकि कम പ്രവാചകന്മാർ ആഗതരാകുന്നു. और ईमान कामिल ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിലെ ഒരു സുപ്രധാന ഉദ്ദേശവും ഇതുതന്നെയാകുന്നു. ന്യൂനതകൾ പരിഹരിക്കപ്പെടുകയും വിശ്വാസം പൂർണ്ണമാകുകയും ചെയ്യുക എന്നത്. उसका खुलासा बयान किया है. अल्फाज सारे नहीं लिए. ആ മഹാത്മാവിന്റെ ഏതാനും ഉദ്ധരണികളുടെ സംക്ഷിപ്തമാണ് ഞാൻ കേൾപ്പിച്ചത്. किस तरह दूर होंगी, മുഴുവൻ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. ईमान किस तरह कामिल होगा, इस बारे में ഈ ന്യൂനതകൾ എങ്ങനെയാണ് ദൂരീകരിക്കപ്പെടുക, വിശ്വാസം എങ്ങനെയാണ് പരിപൂർണമാകുക എന്നതിനെ സംബന്ധിച്ച് कि सिर्फ ആ മഹാത്മാവ് बैत में आने से नहीं होगा. വളരെ സ്പഷ്ടമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. इसके लिए എന്റെ ബൈഅത്തിൽ വന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. और यही उसूल खुदा ताला എന്നാൽ कि वल्लज़ीना जहादू ഇതിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. लनहदियन्नहुम सुबुलना വല്ലസീന ജാഹദൂ ഫീന ലനഹദിയന്നഹും സുബ്ലന എന്നതിൽ ഇതേ അടിസ്ഥാന തത്വമാണ് അള്ളാഹു വിവരിച്ചിരിക്കുന്നത്. ये तर्जुमा हज़रत मसीह मौऊद अलैहिस्सलाम का है അതായത് कि वो लोग जो हम में से होकर कोशिश करते हैं നമ്മിലായിക്കൊണ്ട് പരിശ്രമിക്കുന്നവർക്ക്, खोल देते हैं. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തർജ്ജമയാണിത്, നമ്മിലായിക്കൊണ്ട് പരിശ്രമിക്കുന്നവർക്ക് നാം മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നു. का അതിനാൽ कि सिर्फ വിശ്വാസത്തിൽ इस्लाह नहीं होगी, പൂർണ്ണത പ്രാപിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വമാണിത്. इसके साथ अपनी हालत बदलने के लिए കേവലം ബൈഅത്തിലൂടെ സമുദ്ധാരണമുണ്ടാകുന്നതല്ല, अगर അതോടൊപ്പം अल्लाह ताला തന്റെ അവസ്ഥയിൽ പരിവർത്തനമുണ്ടാക്കുന്നതിനായി अपने दिलों को बदलने അള്ളാഹുവിലായിക്കൊണ്ടുള്ള याद करने की तरफ तवज्जो नहीं होगी, ആത്മാർത്ഥ പരിശ്രമം ഉണ്ടാകുന്നില്ല എങ്കിൽ कोई फायदा नहीं. തന്റെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാക്കുകയും പിന്നീട് പ്രാവർത്തികമാക്കുകയും हर चीज की तरफ കഠിന പ്രയത്നം ചെയ്യുന്നുള്ള ശ്രമവും ഉണ്ടാകുന്നില്ല എങ്കിൽ रूहानी तरफ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. മറ്റൊരിടത്ത് ആ മഹാത്മാ പറയുന്നു, ലോകത്ത് എല്ലാത്തിന്റെയും ഉയർച്ച ഘട്ടം ഘട്ടമായിട്ടാണ്, ആത്മീയ വളർച്ചയും അപ്രകാരം തന്നെയാണ്. കഠിന പ്രയത്നമില്ലാതെ ഒന്നും സാധ്യമാകുന്നതല്ല. पर अमल हो.
ആ കഠിന പ്രയത്നം അള്ളാഹുവിലായിക്കൊണ്ടുള്ളതായിരിക്കണം. അതായത് ആത്മാർത്ഥതയോടുകൂടി അവൻ അന്വേഷിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. चीज कर बैठे, यही काम യോഗികളെ പോലെ വിശുദ്ധ ഖുർആൻ വിരുദ്ധമായ സ്വയം ഫലശൂന്യങ്ങളായ അഭ്യാസങ്ങളും കഠിന പ്രയത്നങ്ങളും മെനഞ്ഞെടുക്കുകയല്ല വേണ്ടത്. എപ്രകാരമാണ് മനുഷ്യന് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് കാണിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത്. और हमसे क्या उम्मीद की आपने? वो नमूने कायम किए ആ മഹാത്മാവ് നമുക്ക് എന്താണ് കാണിച്ചു തന്നത്? की तलकीन की, നമ്മിൽ നിന്നും എന്താണ് പ്രതീക്ഷിച്ചത്? जो आपके आका व मुता हजरत मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम ने ये बातों के भी कायम किए, ആ മഹാത്മാവിന്റെ യജമാനനും നേതാവുമായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം और जिनको कायम कर ആരാധനയിലും ഉന്നത ധാർമ്മിക ഗുണത്തിലും സ്ഥാപിച്ച മാതൃകകളെ സ്ഥാപിക്കുകയും मुजाहिद उन्होंने भी फिर मुजाहिदा किया ആ മാതൃകകളിലൂടെ और अल्लाह ताला മുന്നോട്ട് ഗമിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ആ ഒരു മാതൃകയെ സ്ഥാപിക്കുന്നതിനായിട്ടാണ് സഹാബാക്കൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ കഠിനമായി പരിശ്രമിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കിയവരെന്ന് പറയപ്പെടുകയും ചെയ്തത്. തൽഫലമായി ഒരു ലോകത്തെ തന്നെ പിന്നിലാക്കിയ തരത്തിൽ वजाहत फरमाते हुए അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾക്ക് അവകാശികളായി തീർന്നു. कैसा इंसान बनने की जरूरत है? हज़रत मसीह मौद अलैहिस्सलाम एक जगह फरमाते हैं, പിന്നീട് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർക്ക് എത്തരത്തിലുള്ളവരായി തീരേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് तोते की तरह बैत के വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, ബയ്യത്തിന്റെ സമയത്ത് തത്തയെപ്പോലെ ഏതാനും വാക്കുകൾ ഉരുവിടുക എന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. हमारा काम ആത്മപരിശുദ്ധിയുടെ ജ്ഞാനം കരസ്ഥമാക്കുക, അതിന്റെ ആവശ്യമാണുള്ളത്. कि तुम अपने अंदर एक पाक तब्दीली നമ്മുടെ ജോലിയും നമ്മുടെ ഉദ്ദേശ്യവും पैदा करो നിങ്ങളിൽ और बिल्कुल ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കുക എന്നതാണ്. इसलिए हर एक को നിങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് തികച്ചും ഒരു പുതിയ മനുഷ്യനായി തീരുക. तब्दीली कर അതിനാൽ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഈ രഹസ്യത്തെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഞാൻ മറ്റൊരാളാണ് എന്ന് പറയാൻ സാധ്യമാകുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കുക. बस अगर हम अपने वजूद में तब्दीली की कोशिश करते हुए അതിനാൽ और वजूद नहीं बनाते, നാം നമ്മുടെ വ്യക്തിത്വത്തിൽ പരിവർത്തനമുണ്ടാക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് जो दुनिया से സ്വയം തന്നെ മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുന്നില്ല എങ്കിൽ, तो आपके സ്വയം തന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാക്കി മാറ്റുന്നില്ല എങ്കിൽ फिर एक जगह അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് फरमाते हुए നമ്മുടെ ബൈഅത്ത് നിഷ്ഫലമാകുന്നു. ये आजिज तो महज इस गरज के लिए മറ്റൊരു സ്ഥലത്ത് ആഗമനുദ്ദേശത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ता ये पैगाम ഒരു സന്ദേശം खल्कुल മുഴുവൻ ദൈവ സൃഷ്ടികളിലേക്കും तमाम मज़ाहिर എത്തിക്കുന്നതിനായിട്ടാണ് വിനീതൻ അയക്കപ്പെട്ടിരിക്കുന്നത്. हक पर और खुदा ताला की मर्जी അതായത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ മതങ്ങളിലും സത്യത്തിൽ അധിഷ്ഠിതവും അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണവുമായത് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന മതമാകുന്നു. മോക്ഷഗൃഹത്തിൽ പ്രവേശിക്കുന്നതിനായുള്ള കവാടം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹുന്നു. आ हजरत सल्लल्लाहु अलैहि वसल्लम വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെ യഥാർത്ഥ ഉദ്ദേശ്യവും ലക്ഷ്യവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേജസ് വെളിപ്പെടുത്തുകയും हमारी तारीफ अगर हो ശ്രേഷ്ഠത സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാകുന്നു. सल्लल्लाहु अलैहि वसल्लम के, നമ്മുടെ പരാമർശം ഭാഗികമായിരിക്കണം. നമ്മെ പ്രശംസിക്കുന്നുവെങ്കിൽ बस ये അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസയുടെ തണലിലായിരിക്കണം. पूरी करने के लिए हमने बैत की है और इसको पूरा करने के लिए हमें ഈ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നതിനായിട്ടാണ് നാം ബയ്യത്ത് ചെയ്തിരിക്കുന്നത്. ताकि अमल करें, അതിനെ പൂർത്തിയാക്കുന്നതിനായി तालीम को फैलाएं, നമുക്ക് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ സ്വായത്തമാക്കേണ്ടതുണ്ട്, പ്രാവർത്തികമാക്കുകയും ആ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനായി. കാരണം ലോകത്തിന്റെ മോക്ഷം दुनिया को ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നതിലാണ്. के അതിനാൽ ला इलाहा इल्लल्लाह मोहम्मद रसूलुल्लाह ഈ के झंडे तले आकर तुम भी निजात हासिल करो. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ एक जगह യുടെ പതാക കീഴിൽ വന്നുകൊണ്ട് मकसद बयान फरमाते നിങ്ങളും മോക്ഷം കരസ്ഥമാക്കുക എന്ന് ലോകത്തോട് പറയുക. इस वक्त अल्लाह മറ്റൊരിടത്ത് ताला ने फरमाया है ആ മഹാത്മാവ് തന്റെ ആഗമനോദ്ദേശത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, करे उसने मुझे ഇസ്ലാമിനെ मतलब के लिए എല്ലാ മതങ്ങൾക്കുമേലും വിജയിപ്പിക്കുന്നതിനായി അള്ളാഹു ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ ഈ ലക്ഷ്യത്തിനായിട്ടാണ് അയച്ചിട്ടുള്ളത്.
മുൻപ് ദൈവ നിയോഗിതർ അയക്കപ്പെട്ടതുപോലെ തന്നെയാണ് എന്നെയും അയച്ചിട്ടുള്ളത്. പിന്നീട് തന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകിക്കൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഇസ്ലാമിനെ തെളിവുകൾ കൊണ്ടും और मजहबों पर തേജസ്വിയായ പ്രമാണങ്ങൾ കൊണ്ടും फिर आपने अपनी आमद का मकसद एक എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ईमान മറ്റൊരു സ്ഥലത്ത് തന്റെ ആഗമനോദ്ദേശത്തെ സംബന്ധിച്ച് ആ മഹാത്മാവ് പറയുന്നു, वो गुनाह की जहर ഞാൻ അള്ളാഹുവിൽ വിശ്വാസം സംജാതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. में അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ हो जावे, പാപത്തിന്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. एक नई അവരുടെ പ്രകൃതത്തിൽ ഒരു പരിവർത്തനം गुनाह से ഉണ്ടാകുന്നതാണ്. उसके दिल में नफरत അവരിൽ മരണം സംഭവിച്ചുകൊണ്ട് അവർക്ക് പുതിയൊരു ജീവിതം ലഭിക്കുന്നതാണ്. തിന്മകളിൽ നിന്ന് ആനന്ദം ലഭിക്കുന്നതിന് പകരമായി അതിനോട് വെറുപ്പുടലെടുക്കുന്നു. ഈ ഒരവസ്ഥ കൈവരിക്കുന്നവർക്ക് ഞാൻ मानने में അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നതാണ്. रही ഈ കാലഘട്ടത്തിൽ नहीं रहा, സംജാതമായിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം. ദൈവിക ജ്ഞാനം അപ്രത്യക്ഷമായിരിക്കുന്നു. खास मजहब पर ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുകയും ये बला आम हो रही है। ആ ഒരു പ്രകൃതം മനുഷ്യനുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മതവും ശേഷിക്കുന്നില്ല. मैं सच कहता हूँ, खुदा पर ईमान നാം ഒരു പ്രത്യേക മതത്തെ സംബന്ധിച്ച് പരിതപിക്കുന്നില്ല. बन जाता है। ഈ വിപത്ത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിപത്ത് ഭയാനകമായ നിലയിൽ വ്യാപിച്ചിരിക്കുന്നു. ഞാൻ സത്യമായും പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് മൂലം മനുഷ്യൻ മലക്കുകളായിത്തീരുന്നു. മറിച്ച് മലക്കുകൾ സുജൂദ് ചെയ്യുന്നവരായിത്തീരുന്നു. അതായത് മലക്കുകൾ അവരെ സുജൂദ് ചെയ്യുന്നു, പ്രകാശമയമായി മാറുന്നു. हर किस्म की बदकारियां कसरत से ഇത്തരത്തിലുള്ള കാലഘട്ടം ലോകത്ത് സംജാതമാകുമ്പോൾ, അതായത് ദൈവിക ജ്ഞാനം അപ്രത്യക്ഷമായി കഴിയുമ്പോൾ, നാശകരവും നീചവുമായ ദുഷ്കർമ്മങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചു കഴിയുമ്പോൾ, ദൈവഭയം ഇല്ലാതാകുമ്പോൾ, ദൈവത്തിന്റെ അവകാശം ദാസർക്ക് നൽകുമ്പോൾ, അത്തരത്തിലുള്ള അവസ്ഥയിൽ അള്ളാഹു ഒരു മനുഷ്യനെ തന്റെ ജ്ഞാനത്തിന് പ്രകാശം നൽകിക്കൊണ്ട് നിയോഗിക്കുന്നു. खुदा का मामूर അദ്ദേഹത്തിന് മേൽ ശാപങ്ങളും ആക്ഷേപങ്ങളും ചൊരിയപ്പെടുന്നു. സർവ്വവിധേനയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം ദൈവനിയോഗിതർ വിജയിക്കുന്നു. ലോകത്ത് സത്യപ്രകാശം വ്യാപിക്കുന്നു. അപ്രകാരം അള്ളാഹു എന്നെ ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നു. തന്റെ ജ്ഞാനത്തിന്റെ പ്രകാശം എനിക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. की अखलाकी कुव्वतों की तरफ മറ്റു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെയും പറയുന്നു, ധാർമ്മിക കഴിവുകൾക്ക് ശിക്ഷണം നൽകുവാൻ सवाल किया, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. दावे और रसालत का नतीजा क्या होगा? यानी ഒരു സന്ദർഭത്തിൽ आपको हासिल होंगे इस അദ്ദേഹത്തോട് ചോദിച്ചു, हैं। താങ്കളുടെ വാദത്തിന്റെയും നിയോഗത്തിന്റെയും പരിണതഫലം എന്തായിരിക്കും? അതായത് ഇതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് ലഭിക്കുക? और दुनिया की मोहब्बत അദ്ദേഹം പറഞ്ഞു, आ गई है। ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം കുറഞ്ഞിരിക്കുന്നു. खुदा ताला ഭൗതികതയോടുള്ള ആസക്തി അതിക്രമിച്ചിരിക്കുന്നു. और उलूहियत की പരിശുദ്ധി കുറഞ്ഞിരിക്കുന്നു. फिर मुस्तहकम ദൈവവും ദാസനും തമ്മിലുള്ള ബന്ധത്തെ पाकीज़गी को फिर लाएगा। दुनिया की मोहब्बत അള്ളാഹു വീണ്ടും ദൃഢമാക്കുന്നതാണ്. जाएगी। അപ്രത്യക്ഷമായ പരിശുദ്ധിയെ വീണ്ടും കൊണ്ടുവരുന്നതാണ്. ഭൗതികതയുള്ള ആസക്തി തണുത്തു പോകുന്നതാണ്. जो आपने പറയുന്നു, ഇനി ഞാൻ മുഖേനയാണ് ഇത് സംഭവിക്കുക. मादी दुनिया में ഇത് വളരെ മഹത്തായ ഒരു പ്രഖ്യാപനമാകുന്നു. जब ഇന്നത്തെ दुनिया में लोग जो ഇന്നത്തെ ഈ ഭൗതിക ലോകത്ത് दुनिया जो है ഭൗതികരായവർ डूब कर अपने पैदा करने वाले खुदा को भूल चुकी है। और जो बज़ाहिर ഭൗതികതയിൽ മുങ്ങിക്കൊണ്ട് या खुदा के वजूद തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ വിസ്മരിച്ചിരിക്കുന്നതായി നാം കാണുന്നു. करते हैं, പ്രത്യക്ഷത്തിൽ മാത്രമാണ് ദൈവത്തെയും മതത്തെയും കുറിച്ചുള്ള വിശ്വാസമുള്ളത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത്. अल्लाह की जात के बारे में कुछ यकीन है, ना इसका इदराक है, न फहम। അവർക്ക് ദൈവാസ്തിക്യത്തെ സംബന്ധിച്ചുള്ള യാതൊരു അറിവുമില്ല, उनके लिए असल चीज വിശ്വാസവുമില്ല. दुनिया और इसकी जाओ हुश्मत है, सिर्फ नाम के तौर മതത്തെ സംബന്ധിച്ചുള്ള ഒരറിവുമില്ല. वाले हैं। ഭൗതികതയും അതിന്റെ അന്തസ്സും ആഡംബരവുമാണ് അവരുടെ ലക്ഷ്യം. കേവലം പേരിന് വേണ്ടി മാത്രം ഏതെങ്കിലും മതത്തിന്റെ അനുയായികളാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിശ്ചയമായും ഇതൊരു ബൃഹത്തായ വാദം തന്നെയാണ്. मकसद को हासिल करने എന്നാൽ അദ്ദേഹത്തിൽ पर इत्मीनान है, അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും इसका इजहार ये अल्फाज തന്റെ ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ചും ഉള്ള ദൃഢവിശ്വാസം लेकिन ये सब अल्फाज ഞാൻ വായിച്ച ये आपका दावा അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ बेसत की പ്രകടമാണ്. और मकासद എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും അല്ലെങ്കിൽ വാദങ്ങളും कि ये सब कुछ है, ഈ നിയോഗോദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും हम जमात में दाखिल हुए നമ്മെ ചില വസ്തുതകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. या അതെല്ലാം दादा വായിച്ച് മനസ്സിലാക്കിയാണ് में शामिल हुए थे, നാം ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നത്. उनकी उस അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അഹമ്മദിയ ജമാഅത്തിലേക്ക് പ്രവേശിച്ചത്.
कुछ നാം അവരുടെ ആ നന്മയുടെ ഫലമാണ് അനുഭവിക്കുന്നത്. हमसे कुछ मुतालबा कर रहे हैं ഇത് നമ്മോട് ചിലത് ആവശ്യപ്പെടുന്നു. कि हम इन मकासद को ഈ ലക്ഷ്യങ്ങൾ നമ്മോട് ചിലത് ആവശ്യപ്പെടുന്നു. जिंदगियों का ആ ലക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണത്. इनके नताइज के हुसूल നമുക്ക് അവയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. पैदा करने आए നാമും मौलाम ഇതിന്റെ ഫലപ്രാപ്തിക്കായി ശ്രമിക്കേണ്ടതാണ്. कोशिश करनी है। ഹദരത്ത് മസീഹി മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതെല്ലാം കാര്യങ്ങൾ സംജാതമാക്കുന്നതിനായിട്ടാണോ നിയോഗിതനായിരിക്കുന്നത് അതെല്ലാം തന്നെ കരസ്ഥമാക്കാൻ നാമും ശ്രമിക്കേണ്ടതാണ്. ഹദരത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ जब हमने मुनादी की आवाज ലക്ഷ്യത്തെ സാർത്ഥമാക്കുന്നതിൽ നാമും സഹായികളാകേണ്ടതാണ്. तो अब हम भी വിളിയാളുടെ ശബ്ദം ശ്രവിക്കുകയും പിന്നീട് വിശ്വസിക്കുകയും ചെയ്തതിനാൽ कि നാമും ഇപ്പോൾ कि हम अपनी हालतों में तब्दीलियां നഹ്നു അൻസാറുള്ള എന്ന് नाम को फैलाएंगे, വിളംബരം ചെയ്യേണ്ടതാണ്. उस मकसद को पूरा करने की कोशिश करेंगे। നമ്മുടെ അവസ്ഥയിൽ നാം മാറ്റമുണ്ടാക്കേണ്ടതാണ്. तशरीफ लाए ഈ സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നതാണ്. हमें ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതരായ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നതിനായി ശ്രമിക്കുന്നതാണ്. ये करनी होगी, എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. मदद मांगनी होगी ചിന്തിക്കേണ്ടി വരും, ताकि कामयाबियों से ആസൂത്രണങ്ങൾ ചെയ്യേണ്ടി വരും, हम किनार हों और आगे बढ़ते അള്ളാഹുവിൽ നിന്ന് സഹായം തേടേണ്ടി വരും. अगर हम आपको मानकर വിജയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. फिक्र न करें ആ മഹാത്മാവിൽ വിശ്വസിച്ചതിനു ശേഷം നാം അടങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒരു പരിശ്രമവും നടത്തുന്നില്ല എങ്കിൽ അത് ബയ്യത്തിന്റെ കടമകളെ करने वाली बात नहीं होगी। നിറവേറ്റാതിരിക്കലാകുന്നു. ये दावा कबूल करके बैठ जाना ഈ വാദത്തെ സ്വീകരിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുകയും हमें ഉറങ്ങിക്കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ അപരാധികളാക്കി മാറ്റുന്നു. लेकिन साथ എന്നാൽ जब അതോടൊപ്പം നാം अपने वसाइल നമ്മുടെ മാധ്യമങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, देखते हैं സ്വന്തം അവസ്ഥകളെ പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ कि क्या ये सब कुछ സംഭവ്യമാണോ हम करें। എന്നു ചിന്തിക്കുന്നു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? वसाइल महदूद, ഒരു ഭാഗത്ത് നമ്മുടെ പരിമിതമായ മാധ്യമങ്ങൾ, മറുഭാഗത്ത് आबादी को മതത്തോട് യാതൊരു താൽപര്യവുമില്ലാത്ത ലോകത്തെ 80% ജനങ്ങളും की दौड़ लगी हुई है। ഭൗതികതയ്ക്ക് പിന്നിൽ അവർ നെട്ടോട്ടമോടുകയാണ്. याफ्ता ममालिक में വികസിത രാഷ്ട്രങ്ങളിൽ സമ്പത്തുണ്ട്, की है, दूसरे സർവ്വവിധത്തിലുള്ള പുരോഗതിയുമുണ്ട്, മറ്റ് ഭൗതിക മാധ്യമങ്ങളുമുണ്ട്. यहाँ ഇത് रहने वालों को खुदा से दूर कर അവിടുത്തെ വാസികളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. ये कहते हैं कि हमारे അവർ പറയുന്നു, कि खुदा ദൈവാന്വേഷണത്തിൽ പാഴാക്കാനുള്ള സമയം ഞങ്ങളുടെ പക്കലില്ല. अभी कल की डाक में ही एक खत था जब ഇന്നലത്തെ തപാലിൽ എനിക്ക് ജപ്പാനിൽ നിന്നുള്ള ഒരു അഹമ്മദിയുടെ കത്തുണ്ടായിരുന്നു. അതിൽ വളരെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുന്നു, दोस्त से कहा വളരെ ഉന്നത സ്വഭാവ ഗുണങ്ങളുള്ള और आला अखलाक है उनके, നല്ല ബന്ധമുള്ള बात भी उनसे अच्छे हैं, बातचीत भी होती रहती है। जब उसे ये कहा कि തന്റെ खुदा से दुआ ജപ്പാനി സുഹൃത്തിനോട് कि हदायत की तरफ സൽമാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെടുന്നതിനായി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, नहीं है कि तुम्हारे खुदा की तलाश करता फिरूं या खुदा से रहनुमाई मांगूं। നിങ്ങളുടെ ദൈവത്തെ അന്വേഷിച്ചു നടക്കാൻ എന്റെ പക്കൽ സമയമില്ല എന്നാണ്. तो ये तो हालत है दुनिया की। നിങ്ങൾ ദൈവത്തോട് സൽമാർഗം ചോദിച്ചുകൊള്ളുക, എനിക്ക് വേറെ പണിയുണ്ട്. इन कौमों की ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. जो तरक्की याफ्ता अपने आप को समझती हैं, ये हालत है। സ്വയം തങ്ങളെ പുരോഗതി കൈവരിച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്ന സമുദായത്തിന്റെ അവസ്ഥയാണിത്. की और दौलत के बलबूते पर തങ്ങളുടെ പുരോഗതിയുടെയും अपने पीछे चलाने की വാദത്തിന്റെയും ബലത്തിൽ ताकतें और ദരിദ്ര സമുദായത്തെയും में कोशिश कर रही हैं। തങ്ങളുടെ വഴിയെ നടത്താൻ बस जब ये सूरत हाल ഈ हो, വൻ ശക്തികൾ सुनने की ശ്രമിക്കുന്നു, जरूरत न हो, അല്ലെങ്കിൽ സമുദായങ്ങൾ ശ്രമിക്കുന്നു. या कम से कम एक बड़े तबके ഈ ഒരവസ്ഥയിൽ കേൾക്കുന്നതിലേക്ക് ശ്രദ്ധയില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു വലിയ വിഭാഗത്തിന് ശ്രദ്ധയില്ലാത്തപ്പോൾ, कब्जे में लेने സമ്പത്തും ഭൗതികതയും എല്ലാ നിലയിലും जैसा कि मैंने कहा, കൈവശപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ तो ऐसे में किस तरह നമ്മുടെ മാധ്യമങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ,
പരിമിതമാകുമ്പോൾ मुकाबला कर सकते हैं। എങ്ങനെയാണ് നമുക്ക് ദജ്ജാലിനെയും ഭൗതികതയെയും നേരിടാൻ സാധിക്കുക? दुनिया की अक्सरियत को खुदा ताला के वजूद की पहचान करवा सकें और आ हजरत ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് പ്രത്യക്ഷത്തിൽ അസാധ്യമായി തോന്നുന്നു. कि मैं ये सब എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ये होगा വളരെ ലാഘവത്തോടെ പറയുന്നു, ഇതെല്ലാം തന്നെ നിറവേറ്റുന്നതിനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. അതിനാൽ നാമും ആ മഹാത്മാവിന്റെ ഈ പ്രഖ്യാപനത്താൽ ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ लेकिन हमारा ബയ്യത്തിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെ വിളംബരപ്പെടുത്തുന്നു. और करवाना चाहिए വിളംബരപ്പെടുത്തിയാലും ഇല്ലെങ്കിലും अंसारुल्लाह कि हम നാം ചെയ്ത ബയ്യത്ത് നമ്മെ കൊണ്ട് അങ്ങനെ വിളംബരം ചെയ്യിക്കുന്നു. നെഹ്നു അൻസാറുല്ലാ, और रहेंगे इंशाअल्लाह ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ സഹായികളാണ്, से मायूस नहीं होंगे സഹായികളായി നിലകൊള്ളുന്നതാണ് ഇൻഷാ അല്ലാ. क्योंकि हम ലോകത്തിന്റെ നിഷേധത്താൽ നിരാശരാകില്ല. आंख से देखकर കാരണം इस काम को आगे नहीं बढ़ा रहे बल्कि ഭൗതിക ദൃഷ്ടിയോടുകൂടിയല്ല ताला की ताईदात ഞങ്ങൾ ഇതിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്, पर तसल्ली दिलाती हैं। മറിച്ച് അള്ളാഹുവിന്റെ സഹായം ഞങ്ങളുടെ ഓരോ ചുവടിലും ഞങ്ങൾക്ക് സാന്ത്വനമേകുന്നു. करोगे तो नए रास्ते അതായത് നിങ്ങൾ അള്ളാഹുവിലായി കൊണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ से देखें, പുതിയ മാർഗങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. भरोसा करें तो काम അതിനാൽ നാം ഭൗതിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ, की बढ़ नजर आती है। മാധ്യമങ്ങളെ ആശ്രയിച്ചാൽ നമ്മുടെ വിജയം दुनियावी ഒരു ഭ്രാന്തന്റെ ജൽപ്പനമായി തോന്നാം. और वसाइल के लिहाज से देखें तो एक ഭൗതിക ശക്തികളെയും कोई देखकर हम परेशान हो जाएं। മാധ്യമങ്ങളെയും വീക്ഷിക്കുകയാണെങ്കിൽ मसलन रूस को ഒരു രാഷ്ട്രത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ നാം അസ്വസ്ഥരായി തീരുന്നതാണ്. यूरोप के किसी मुल्क को ले लें, ഉദാഹരണമായി റഷ്യ എടുക്കാം, मुल्क को ले लें, ചൈനയെ എടുക്കാം, जजायर को ले ഏതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രത്തെ എടുക്കാം, लें, किसी मुल्क को ले लें, ഏതെങ്കിലും അമേരിക്കൻ രാജ്യത്തെ എടുക്കാം, ദ്വീപ് സമൂഹങ്ങളെ എടുക്കാം, नजर आएंगी। ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തെ എടുക്കാം. എല്ലായിടത്തും തന്നെ आगे बढ़ने से നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ ഭയപ്പെടുത്തുന്ന मुल्कों के हालात ധാരാളം തടസ്സങ്ങൾ जाहोश में കാണാവുന്നതാണ്. ना आज से രാഷ്ട്രങ്ങളുടെ അവസ്ഥ, हमारे हक में थे, ഭൗതിക സുഖാഡംബരങ്ങൾ लेकिन ये खुदा ताला के काम हैं മുൻപും നമുക്ക് അനുകൂലമായിരുന്നില്ല, और हो रहे हैं। ഇന്നും നമുക്ക് അനുകൂലമല്ല. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്, मसलन एक वक्त അത് നടക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. जो उसके साथ की स्टेट्स थी ഉദാഹരണമായി ഒരു കാലത്ത് റഷ്യയിലും की वजह से അതിനോട് ചേർന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും अब एक हिस्सा आजाद കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണത്താൽ അവിടെ തബ്ലീഗ് അസാധ്യമായിരുന്നു. और दुनिया ഇപ്പോൾ ഒരു ഭാഗം സ്വാതന്ത്ര്യം കരസ്ഥമാക്കിക്കൊണ്ട് മതത്തിൽ നിന്നും ദൂരപ്പെട്ടിരിക്കുകയാണ്. की तरफ ഭൗതിക കണ്ണഞ്ചൽ रास्ते അതിനെ അന്ധനാക്കിയിരിക്കുന്നു. में शामिल थी। മറുഭാഗത്ത് वहाँ ഏഷ്യയിലെ മുസ്ലിം ഭരണകൂടങ്ങളിൽ मुफाद परस्त मजहबी लीडरों ने हुकूमत को इस कदर डरा दिया है മുഫ്തികളും സ്വാർത്ഥരായ മത നേതാക്കന്മാരും कि रास्ते में ഭരണകൂടത്തെ ഭയപ്പെടുത്തിയത് കാരണത്താൽ जा रही हैं। അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ ഓരോ ചുവടിലും जमात पर पाबंदी തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. और वहाँ के अहमदियों को भी डराया धमकाया जाता है, हरासा किया जाता है। ജമാഅത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. भी ममालिक को देखें അവിടെയുള്ള അഹമ്മദികളെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും തടവിലാക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ അവ ഭൗതികതയിൽ അങ്ങേയറ്റത്താണ്. जिस बेहयाई पर അശ്ലീലതയ്ക്കും നീചകർമ്മങ്ങൾക്കും एक कौम को तबाह किया था, നിയമ പരിരക്ഷ നൽകുന്നു. उस बेहयाई को അള്ളാഹു ഒരു സമുദായത്തെ തന്നെ നശിപ്പിക്കാൻ കാരണമായ ദുഷ്കർമ്മത്തിന് चीन में സഹതാപത്തിന്റെ പേരിൽ നിയമപരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. मादी दौर में आगे बढ़ने की ചൈനയിൽ लेकिन वहाँ दौड़ लगी हुई है മതത്തോട് യാതൊരു താല്പര്യവുമില്ല. और मुआशी लिहाज से वो ഭൗതികതയിൽ बहुत बड़ी ताकत മുന്നോട്ട് കുതിക്കുന്നതിനുള്ള നെട്ടോട്ടമാണ്. जापान है तो वहाँ भी ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വൻ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. और हैरत ജപ്പാനാണെങ്കിലും അത് വികസിത രാജ്യമാണ്. अक्सरियत സാങ്കേതിക വിദ്യയിൽ दुनिया के रसूल के पीछे लगी അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചിരിക്കുന്ന രാജ്യമാണ്. सबसे दूरी है। अभी मैंने जो मिसाल ഭൂരിഭാഗവും ഭൗതികത കരസ്ഥമാക്കുന്നതിന് മുന്നിൽ കൂടിയിരിക്കുകയാണ്. नहीं है मेरे पास, എന്നാൽ മതത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. अक्सरियत
का यही नजरिया है। ദൈവത്തിനായി നഊദുബില്ല ഞങ്ങളുടെ പക്കൽ സമയമില്ല എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. बेशक ഭൂരിഭാഗവും लिहाज से അങ്ങനെ പറയുന്നവരാണ്. बड़े आगे हैं, അധികം ആളുകളുടെയും നിലപാടാണിത്. लेकिन दुनिया എന്ത് ദൈവം, എങ്ങനത്തെ ദൈവം? से दूर कर दिया। ധാർമ്മിക നിലവാരത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കാം, बज़ाहिर कहने को मगर जापानियों से എന്നാൽ ഭൗതികത മതത്തിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. उनका शिंतोइज्म है, लेकिन हकीकत में പ്രത്യക്ഷത്തിൽ പറയുന്നതിനായി ജപ്പാനിലെല്ലാമുണ്ട്. और बुद्धिज्म അവരുടെ പാരമ്പര്യ മതം ഷിൻഡോയിസമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഷിൻഡോയിസത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ഒരു വിചിത്രമായ സംഗമമായി की हद तक മാറിയിരിക്കുകയാണ് അവർ. पैदा होने, जिंदगी गुजारने और പ്രത്യക്ഷത്തിലുള്ള बात के मरहल ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ वो मुख्तलिफ ജനനവും ജീവിതവും മരണാനന്തര അവസ്ഥയും വ്യത്യസ്ത നിലപാടുകളാണ് दीन से उनका कोई ताल्लुक नहीं। ഇവർ സമർപ്പിക്കുന്നത്. मगरिब की अक्सर ഏതായാലും ने कहा, മതവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. और ना सिर्फ ये कि खुदा ताला को बुला बैठी है, പാശ്ചാത്യരിൽ അധികം പേരും ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ വിസ്മരിച്ചു കഴിഞ്ഞു. कहा जाता है, ദൈവത്തെ വിസ്മരിക്കുക മാത്രമല്ല, മറിച്ച് ദൈവത്തെ समझा जाता है। അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. चर्चों में जाने वाले कोई नहीं, ईसाईयत, മതത്തെ ഒരു ഭാരമായി കണക്കാക്കുന്നു. लेकिन चर्च फरोख्त हो रहा പള്ളികളിൽ പോകുന്നവരാരുമില്ല. है। बस ये दुनिया की सूरत हाल है। ക്രിസ്തുമതം പറയുന്നത് जैसा कि मैंने ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നാണ്, എന്നാൽ പള്ളികൾ വിജനമായി കൊണ്ടിരിക്കുന്നു. खबर है, दुनिया ഇതാണ് ഭൗതിക ലോകത്തിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞതുപോലെ हम इन दुनियादारों के साथ നമ്മുടെ മാധ്യമങ്ങൾ ഭൗതിക കാഴ്ചപ്പാടിൽ हैसियत नहीं रखते। ഇല്ലാത്തതിനു തുല്യമാണ്. ഭൗതികരുടെ മുന്നിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് കടുക് മണിയോളം പോലും സ്ഥാനമില്ല. बस ये बातें, सब बातें जो हैं ये फिक्र पैदा करती हैं और फिक्र पैदा करने वाली होनी चाहिए। ഇതെല്ലാം തന്നെ में हम ചിന്തയെ ഉണർത്തുന്നു. इस्लाम के मिशन को कैसे आगे बढ़ाएंगे। ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന ചിന്ത ഉദിക്കേണ്ടതുമാണ്. എന്നാൽ खुदा ताला നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ हजरत सल्लल्लाहु മുഴു ലോകത്തിനുമായി അയച്ച അല്ലാഹു अलैहि वसल्लम को भेजा। ഈ കാലഘട്ടത്തിൽ हमें फरमाया, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ मेरे रास्तों की तलाश। സത്യദാസനെ അയച്ചിരിക്കുന്നു. खुदा ताला में होकर उसके रास्ते की तलाश ആ വ്യക്തി നമ്മോട് പറഞ്ഞത് എന്നിലായിക്കൊണ്ട് എന്റെ മാർഗത്തെ അന്വേഷിക്കുക എന്നാണ്. फरमाया, അള്ളാഹുവിലായിക്കൊണ്ട് അവന്റെ മാർഗങ്ങളെ അന്വേഷിക്കുന്നത് वस्सलात എങ്ങനെയാണ്? इन्नल्लाह मअस्साबिरीन। പറയുന്നു, लोगों जो യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. यकीनन അല്ലയോ വിശ്വാസികളെ, സഹനവും ദുആയും കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ചോദിക്കുക. അള്ളാഹു നിശ്ചയമായും സഹനം കൈക്കൊള്ളുന്നവരോടൊപ്പമാകുന്നു. इससे मदद मांगी जाए ചുരുക്കത്തിൽ तो बड़ी से बड़ी रोक भी हवा में उड़ ഈ അള്ളാഹുവിൽ നിന്നാണ് जाए। നാം സഹായം തേടേണ്ടത്. ताकतों वाला है, വലിയ വലിയ തടസ്സങ്ങൾ വന്നാലും അത് കാറ്റിൽ പറന്നു പോകുന്നതാണ്. के साथ അള്ളാഹു ताकतों का സർവശക്തനാണ്. അള്ളാഹു തന്റെ പ്രതാപത്തോടുകൂടി എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണ്. करने की ताकत रखता है। अल्लाह ताला ने എല്ലാ हजरत सल्लल्लाहु अलैहि वसल्लम അസാധ്യമായ കാര്യങ്ങളെയും സാധ്യമാക്കി തീർക്കാനുള്ള കഴിവ് അവനുണ്ട്. को मानने അള്ളാഹു हर कौम നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ के लिए കിയാമത്ത് നാൾ വരേക്കും എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സമുദായത്തിലേക്കും എല്ലാ മനുഷ്യർക്കു വേണ്ടിയും कुरान करीम आप മോക്ഷദായകനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. तमाम इंसानों के लिए ആ പുണ്യാത്മാവിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് मानने के दीनी और दुनियावी അവൻ മുഴുവൻ മനുഷ്യർക്കുമായി മതനിയമങ്ങളെ പരിപൂർണമാക്കി. इस्लाम को അവൻ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ഭൗതിക ദീനീ പ്രശ്നങ്ങളുടെ പരിഹാരം നൽകി. के लिए भेजा അവൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ കാലഘട്ടത്തിൽ कि तुम्हें फिक्र ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായി നിയോഗിച്ചു. അള്ളാഹു പറയുന്നു, सामने नजर आए, നിങ്ങൾ പരിഭ്രമിക്കേണ്ട. जब ऐसे हालात आए, തടസ്സങ്ങൾ മുന്നിൽ കാണുന്ന അവസ്ഥ अकलें फैसला സംജാതമാകുമ്പോൾ उस वक्त നിങ്ങളുടെ ബുദ്ധി तुम सब्र और सलात के साथ തീരുമാനം കൽപ്പിക്കുന്നതിൽ നിന്നും പരാജയപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ बस अगर खालिस होकर നിങ്ങൾ സഹനവും ദുആയും മുഖേന അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക. आसान होते चले जाएंगे। ആത്മാർത്ഥരായിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയാണെങ്കിൽ इनने പ്രത്യക്ഷത്തിൽ അസാധ്യമായതും എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. बनने के लिए
അവന്റെ ദീൻ തന്നെയാണ് വിജയിക്കുക എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു. सब्र और എന്നാൽ നിങ്ങൾക്ക് ഈ വിജയത്തിൽ ഭാഗവാക്കാകുന്നതിനായി സഹനവും ദുആയും അനിവാര്യമാകുന്നു. पहले उसूल बयान हो चुका है. എങ്ങനെയുള്ള സഹനവും ദുആയുമാണ് വേണ്ടത്? सब्र के मुख्तलिफ അതിനായുള്ള हैं. അടിസ്ഥാന തത്വം लुगात में दर्ज മുൻപ് പരാമർശിച്ചു കഴിഞ്ഞു. അള്ളാഹുവിലായി കൊണ്ട് പരിശ്രമിക്കുക. സഹനത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് बुराइयां നിഘണ്ടുവിൽ. ഉദാഹരണമായി एक मोमिन സഹനമെന്നാൽ സ്ഥിരതയോടും की ये बहुत बड़ी പരിശ്രമത്തോടും കൂടി തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക. दुनियावी दौर में നാനാഭാഗത്തു നിന്നും हमले हो रहे हैं. പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന इन बुराइयों से बचने के लिए തിന്മകൾ എല്ലാ സമുദായത്തിലും വാതുറന്നു നിൽക്കുന്ന फिर ഈ കാലഘട്ടത്തിൽ का मतलब है ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പരിശ്രമിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെയും ഒരു അഹമ്മദിയുടെയും വലിയ ഉത്തരവാദിത്തം. और जब कहीं दुनिया का लालच തന്റെ ശാരീരികേച്ഛയെ നിയന്ത്രണത്തിലാക്കുക. സഹനത്തിന്റെ മറ്റൊരർത്ഥം നന്മയിൽ ചുവടുറപ്പിക്കുക എന്നതാണ്. താൽക്കാലിക നന്മകളാകരുത്. बजा लाने की तरफ हमेशा तवज्जो रहे. ഭൗതിക പ്രലോഭനങ്ങളും തിന്മയുടെ പ്രേരണകളും കാണുമ്പോൾ നന്മയെ മറക്കുന്നതാകരുത്. സൽക്കർമ്മങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. फिर सब्र ये है വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സൽക്കർമ്മങ്ങളെ खुदा ताला के सामने पेश करना हर सूरत में. അന്വേഷിച്ചുകൊണ്ടിരിക്കണം. कोई जजा फजा नहीं സഹനത്തിന്റെ മറ്റൊരർത്ഥം തങ്ങളുടെ കാര്യങ്ങൾ हर परेशानी എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുക. खुदा ताला के सामने ഒരു കാര്യത്തിലും കരച്ചിലും യാതൊരു അലർച്ചയുമില്ല. എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിപത്തുകളിലും അള്ളാഹുവിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. സഹനം ഇത്തരത്തിലുള്ളതാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും കൂടെ ഉണ്ടാകുന്നു. करोड़ों दौलत की जो दौलत है उसके ആത്മനിലവാരത്തിൽ ഉന്നതി കൈവരിക്കുന്നു. मुकाबले ഭൗതിക ലോകത്തെ एक रुपया जो है കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തിന് മുന്നിൽ दुनिया को हैरान कर देगा. ഒരു വിശ്വാസിയുടെ ഒരു പൗണ്ട്, फिर सब्र के साथ ഒരു ഡോളർ, ഒരു രൂപ ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം സാധിക്കുന്നതാണ്. बुराइयों से बच പിന്നീട് സഹനത്തോടൊപ്പം और नेकियों पर साबित कदम होने और खुदा ताला के हुजूर अपने मामलात के पेश करने के साथ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയും ताला फरमाता है നന്മയിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ അവസ്ഥകളെ സമർപ്പിക്കുന്നതിനോടൊപ്പം सलात അള്ളാഹു പറയുന്നു സ്വലാത്തും അനിവാര്യമാണ്. സ്വലാത്തിനും വിവിധ അർത്ഥങ്ങളുണ്ട്. यानी यहाँ ये नसीहत है സ്വലാത്തിന്റെ ഒരർത്ഥം मोमनों നമസ്കാരമാണ്. को नमाज के जरिए अल्लाह ताला അതായത് വിശ്വാസികൾ चाहिए നമസ്കാരത്തിലൂടെ और नमाज का हक अदा करने की कोशिश करनी चाहिए. അള്ളാഹുവിന്റെ സഹായം തേടേണ്ടതാണ് എന്ന ഉപദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. होंगे നമസ്കാരത്തിന്റെ കടമകൾ നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. फिर इसके ये मानी भी हैं സഹനത്തിന്റെ ഉത്തമ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത് നമസ്കാരത്തിലേക്കും ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ്. सलात में ये सब माने आ जाते हैं. അതിന്റെ മറ്റൊരർത്ഥം അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കുക എന്നുമാണ്. ज़ाहिरी नमाज नहीं, പാപമോചനത്തിനായി അർത്ഥിക്കുക. बल्कि दुआओं की तरफ ഇതെല്ലാം സലാത്തിന്റെ അർത്ഥങ്ങളാണ്. तवज्जो करो. खुदा ताला ने പ്രത്യക്ഷ നമസ്കാരം മാത്രമല്ല, മറിച്ച് ദുആയിലേക്കും रहम करो അതിന്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ताकि अल्लाह ताला की സൃഷ്ടികൾക്കുമേൽ കരുണ ചെയ്യുക. हजरत सल्लल्लाहु അവരുടെ കടമകളും നിറവേറ്റുക. दुरूद भेजो ताकि अल्लाह ताला की मदद हासिल हो. അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകുന്നതിനായി, फुर्सत അള്ളാഹുവിന്റെ സഹായം കരസ്ഥമാക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക. हासिल होगी. ചുരുക്കത്തിൽ तमाम काम आसान होंगे. സഹനവും ദുആയും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുകയും എല്ലാം എളുപ്പമായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാ एक मोमिन का काम അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. अपने अखलाक को ചുരുക്കത്തിൽ തന്റെ പരിശ്രമത്തെയും ആരാധനയെയും ദുആയെയും സ്വഭാവത്തെയും അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമ. लेकिन अगर सब्र का നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക. सलात के हक अदा नहीं പിന്നീട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് വിടുക. फिर यकीनन अल्लाह ताला की എന്നാൽ സഹനത്തിന്റെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ, സ്വലാത്തിന്റെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ നിശ്ചയമായും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഭാഗവാക്കാകുന്നതല്ല. इसके लिए तौबा और इस्तिग़फार की जरूरत സഹനത്തിന്റെ ഒരർത്ഥം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. एक जगह फरमाया है അതിനായി कि सच्ची അനുതാപവും പാപമോചന അർത്ഥനയും അനിവാര്യമാണ്. इन तीन बातों ഹദർത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, कि उन तमाम 3 കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥ പശ്ചാത്താപം ഉണ്ടാകുന്നത്. जो दिल ഒന്നാമത്തേത് फसाद का जरिया മനസ്സിലെ കുഴപ്പങ്ങൾക്ക് ഹേതുവായിട്ടുള്ള जो തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന
സകല ചിന്തകളെയും ഭാവനകളെയും ഹൃദയത്തിൽ നിന്ന് പുറംതള്ളുക. यानी जो भी बुराई दिल में है या जिस बुराई का ख्याल आता है उससे कराहत का तस्वर पैदा करो. അതായത് ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളെയും അല്ലെങ്കിൽ മോശമായ ചിന്തകളെയും नदामत और शर्म का വെറുക്കുക. രണ്ടാമത്തേത് अपने दिल में തിന്മയിൽ ലജ്ജയും സങ്കോചവും പ്രകടിപ്പിക്കുക. मर्तबा उसे बुरा कहो कि शर्मिंदगी पैदा हो जाए और उसका इजहार भी होने. ലജ്ജയുണ്ടാവുകയും और അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതുവരെ दूसरी बात नदामत और शर्म का ഹൃദയത്തിനോട് അത് തിന്മയാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. बात ये कि एक पक्का और मुसम्मम इरादा करो कि ये बुराई मैंने दोबारा नहीं करनी. മൂന്നാമത്തേത് ഈ തിന്മ വീണ്ടും ചെയ്യുന്നതല്ലെന്നുള്ള सबर സുദൃഢമായ തീരുമാനമെടുക്കുക. बस अगर हमने अपनी ये हालत कर ली और अपने सबर और सलाह സഹനത്തിലും ഈ ഒരു അവസ്ഥ സംജാതമാക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് യഥാർത്ഥ സഹനം എന്ന് പറയപ്പെടുക. നാം ഈ ഒരു അവസ്ഥ കൈവരിക്കുകയും സഹനത്തിന്റെയും ദുആയുടെയും നിലവാരം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ वो निशानात അള്ളാഹുവിന്റെ അസാധാരണമായ സഹായ സഹകരണ അടയാളങ്ങൾ വെളിപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാഗ്ദാനം ചെയ്ത कि ना हम അടയാളങ്ങൾ നാമും ദർശിക്കുന്നതാണ്. ना हम नेकियों पर कदम തിന്മയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കാതിരിക്കുകയും इस्लाम के मिशन की रूह को നന്മയിൽ പദമൂന്നാൻ ശ്രമിക്കാതിരിക്കുകയും ना हम अपने ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തിന്റെ रुजू कर रहे हों. ആത്മാവിനെ മനസ്സിലാക്കാതിരിക്കുകയും हम मखलूक നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് ना हम आहज़रत മടങ്ങാതിരിക്കുകയും पर നാം സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റാതിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാത്ത് ചെല്ലുന്നതിലേക്ക് करने वाले बन जाते हैं. ശ്രദ്ധിക്കാതിരിക്കുകയും नमाजों का हक अदा कर रहे हों അതിന്റെ അനുഗ്രഹത്താലാണ് നാം ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നത്. कि दुनिया को हमने നാം इस्लाम के നമസ്കാരത്തിന്റെ കടമകൾ പൂർത്തിയാക്കാതിരിക്കുകയും ചെയ്തിട്ട് पूरा करना है जो ലോകത്തെ നമുക്ക് ഇസ്ലാമിന്റെ പതാകയിൽ കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുക സാധ്യമല്ല. दुनिया इस्लाम के झंडे तले तो आएगी इंशाअल्लाह ताला और जरूर ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗോദ്ദേശത്തെ കരസ്ഥമാക്കുന്നതാണെന്ന് കരുതിയാൽ अदा न किए और अपने सब्र और सलात को ലോകം ഇസ്ലാമിന്റെ പതാകയിൽ തീർച്ചയായും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. तो फिर എന്നാൽ നാം നമ്മുടെ കടമ നിറവേറ്റുന്നില്ല എങ്കിൽ, സ്വന്തം സഹനത്തെയും ये हक अदा करने की हम ദുആയെയും ഔന്നത്യങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ നാം ആ വിജയത്തിൽ പങ്കാളികളാകുന്നതല്ല. അതിനാൽ ആ കടമകൾ നിറവേറ്റുന്നതിനായി നാം പരിശ്രമിക്കേണ്ടതാണ്. इस दौरे ഒരിക്കൽ നാം ലോകത്ത് വിജയിക്കുന്നതാണെന്ന് एक जर्नलिस्ट ने मुझे सवाल किया ലോകത്തോട് നാം പറയേണ്ടതാണ്. कि तुम थोड़े से हो मशरिकी ഈ സന്ദർശന വേളയിൽ ന്യൂസിലാൻഡിൽ ഒരു ജേർണലിസ്റ്റിനോട് ചോദിച്ചു, तो मैंने നിങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, ഇവിടെ പള്ളിയുടെ ആവശ്യം എന്താണ്? लेकिन इस तालीम के जरिए മുൻപേ തന്നെ ഒരു ഹാൾ ഉണ്ടായിരുന്നല്ലോ. में हमें मिली ഞാൻ അയാളോട് പറഞ്ഞു, ताला ഇന്ന് അല്പമേയുള്ളൂ, എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് क्या कई ഞങ്ങൾക്ക് ലഭിച്ച അധ്യാപനങ്ങളിലൂടെ ഒരു ദിവസം ഇൻഷാ അല്ലാഹു തആല ഭൂരിപക്ഷമായി തീരുന്നതാണ്. के लिए ഒന്നല്ല, നിരവധി പള്ളികളുടെ ആവശ്യം ഞങ്ങൾക്കിവിടെ ഉണ്ടാകുന്നതാണ്. और अपनी हालतों पर नजर रखने की जरूरत है. അതിനായി लेकिन यहाँ मैं ലോകത്തെല്ലായിടത്തും പരിശ്രമവും कहूंगा സ്വന്തം അവസ്ഥയിലേക്കുള്ള होनी चाहिए. ശ്രദ്ധയും അനിവാര്യമാകുന്നു. नमाजों की तरह बातों എന്നാൽ ഞാനിവിടെ अल्लाह ताला വ്യസനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമസ്കാരത്തിലേക്കും ആരാധനകളിലേക്കും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിലേക്കും नहीं है हमारी. ഉണ്ടാകേണ്ട ശ്രദ്ധ सुनो, एक खातून നമ്മിൽ ഇല്ല എന്നാണ്. करते हुए उन्होंने कहा कि आप ഉദാഹരണമായി ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ കാര്യമാണ്. बात करो ഒരു സ്ത്രീ കൂടിക്കാഴ്ചക്കിടയിൽ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, താങ്കൾ പറയുന്നു പള്ളികൾ ഉണ്ടാക്കുക, പള്ളികൾ ജനനിബിഡമാക്കുക, आप चले जाते പള്ളികളുടെ അലങ്കാരം വർദ്ധിപ്പിക്കുക, मस्जिद में हाजिरी बहुत कम हो നമസ്കാരത്തിന്റെ കടമ നിറവേറ്റുക. तो अगर तो എന്നാൽ ये हाजिरी താങ്കൾ പോയി കഴിഞ്ഞാൽ दूर से आने वालों की वजह പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കുറയുന്നു. से जो इस वजह से मस्जिद फजल में आते हैं അഥവാ ഈ കുറവ് ദൂരെ നിന്ന് വരുന്നവർ മൂലമാണ് ഉണ്ടാകുന്നതെങ്കിൽ क्यों मेरे होने की वजह से आते हैं. മസ്ജിദ് ഫസലിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്. लेकिन ये दूर से आने वाले फिर अगर यहाँ नहीं ദൂരെയുള്ളവർ എന്റെ കാരണത്താലാണ് വരുന്നതെങ്കിൽ അത് മറ്റൊരു കാര്യം. बाजमाजदार എന്നാൽ होने चाहिए. ഈ ദൂരത്തു നിന്ന് വരുന്നവർ ഇവിടെ വരുന്നില്ല എങ്കിൽ അവരവരുടെ സെന്ററുകളിലും പള്ളികളിലും ജമാഅത്തായി നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കണം.
लेकिन अगर ये हाजिरी की कमी ഈ വരുന്നവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ना आने की वजह से है तो फिर बड़ी എന്നാൽ बात है. ഈ നമസ്കരിക്കുന്നവരുടെ കുറവ് इस पर तवज्जो സമീപവാസികൾ വരാത്തത് മൂലമാണെങ്കിൽ इसी तरह ऑस्ट्रेलिया അത് വളരെ ചിന്താർഹമായ കാര്യമാണ്. लिखा നാം അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ആസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം चाहे वो അവിടുത്തെ ഒരാൾ എനിക്ക് കത്തെഴുതി, है ये दुनिया പള്ളിയിൽ വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. याद रखें कि अगर इनकलाब लाना है, अगर उस जिम्मेदारी को निभाना है जो हज़रत मसीह मौऊद अलैहिस्सलाम അതിനാൽ ആസ്ട്രേലിയയോ യുകെയോ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രമോ ആയിക്കൊള്ളട്ടെ, അവർ ഓർത്തുകൊള്ളുക, അഥവാ വിപ്ലവം സംജാതമാക്കണമെങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നതിനായി നമ്മിലുള്ള ഉത്തരവാദിത്തത്തെ പൂർത്തിയാക്കണമെങ്കിൽ, ബയ്യത്തിന്റെ കടമകൾ പൂർത്തിയാക്കണമെങ്കിൽ एक पाक तब्दील പള്ളികളുടെ ഈ അലങ്കാരത്തെ താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ട് തന്നെ നിലനിർത്തേണ്ടി വരുന്നതാണ്. निशान നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കേണ്ടി വരും. और सलात നമ്മുടെ ആരാധനകളുടെ നിലവാരത്തെ ഉയർത്തേണ്ടി വരും. जब अपने नफ्स സഹനത്തിന്റെയും ദുആയുടെയും കടമകൾ की राह में നിറവേറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ जब तौहीद പൂർണ്ണമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതമാക്കപ്പെടുമ്പോഴാണ് और जब ये होगा തൗഹീദിൽ तो इन्नल्लाह നിലയുറപ്പിക്കേണ്ട കടമകൾ പൂർത്തിയാക്കുമ്പോഴാണ് अल्लाह ताला खुद मदद അടയാളങ്ങൾ വെളിപ്പെടുന്നത്. अल्लाह ताला अपने तमाम तर അങ്ങനെയാകുമ്പോൾ ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന ദൃശ്യവും നാം ദർശിക്കുന്നതാണ്. അള്ളാഹു സ്വയം സഹായത്തിനായി വരുന്നതാണ്. और दुनियादार അള്ളാഹു തന്റെ സർവ്വ കഴിവുകളോടും തേജസ്സോടും കൂടി നമ്മുടെ സഹായത്തിനായി വരുന്നതാണ്. सिर्फ फेर देगा ഭൗതിക രാഷ്ട്രങ്ങളെയും हमारे कामों में ഭൗതിക ശക്തികളുടെ ഹൃദയങ്ങളെയും അള്ളാഹു ഇതിലേക്ക് തിരിക്കുന്നതാണ്. काम को നമ്മുടെ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹം വർഷിക്കപ്പെടുന്നതാണ്. ലോകം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ अल्लाह की जात തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പുണ്യാത്മാവിന്റെ പതാകയ്ക്ക് കീഴിൽ വരുന്നതാണ്. തൗഹീദ് സ്ഥാപിതമാകുന്നതാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർ अल्लाह ताला करे ദൈവാരാധനയിലേക്ക് करके ये नजारे देखने वाले हों ശ്രദ്ധിക്കുന്നതാണ്. जो നാം നമ്മുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ഈ ദൃശ്യത്തെ കാണുന്നവരായി മാറട്ടെ. या नमाजों के बाद मैं एक जनाजा गायब भी पढ़ाऊंगा. ജുമാ നമസ്കാരാനന്തരം डॉक्टर बशीरुद्दीन उसामा साहब अमेरिका का है. ഞാൻ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. नवंबर അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീറുദ്ദീൻ ഉസാമ സാഹിബിന്റേതാണ്. അമേരിക്കക്കാരനായ അദ്ദേഹം ഒക്ടോബർ 2 82 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. और इब्तदाई अफ्रीकन अमरीकन अहमदियों में से थे. 1955 അഹമ്മദ് സ്വീകരിച്ച അദ്ദേഹം बड़े बावफा और ആദ്യകാല ആഫ്രിക്കൻ അമേരിക്കൻ അഹമ്മദികളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും കൂറും ജമാഅത്തോട് സഹതാവുമുള്ള വ്യക്തിയായിരുന്നു. इंसान थे. വികാരഭരിതനും ഖിലാഫത്തിനായി സർവ്വതും സമർപ്പിക്കുന്നതും ധാരാളം ദുആ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു. ആവേശഭരിതനാണെങ്കിലും സൽപ്രകൃതക്കാരനും വിനയാന്യുതനുമായിരുന്നു. അദ്ദേഹത്തിന് റബ്ബ് ദർശിക്കാനും ഖലീഫത്തുൽ മസീർ സാനി റളിയല്ലാഹുവുമായി उसके लिए मसीह राबे के साथ भी കൂടിക്കാഴ്ചകൾ അവസരവും ലഭിച്ചിരുന്നു. അതുപോലെ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലയുമായും ഒരിക്കൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. आपने अपनी अहलिया അദ്ദേഹത്തോട് വളരെ സ്നേഹവുമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലഹുവിനും അദ്ദേഹത്തോട് ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ പത്നിയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ക്ലേവ് ലാൻഡിലെ നായിബ് സദറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. സൃഷ്ടി സേവനത്തിൽ പ്രത്യേക ആവേശമായിരുന്നു. आज की दिहाई में വിശേഷിച്ച് തന്റെ ആഫ്രിക്കൻ അമേരിക്കൻ സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 1950 അദ്ദേഹത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരു ചെറിയ ഗ്രന്ഥം രചിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു ഡെന്റൽ ഡോക്ടറായിരുന്നു. फातिमा उसामा साहिबा ये भी काफी अर्सा क्लीवलैंड की लजना की सदस्य അദ്ദേഹത്തിന്റെ പത്നിയായ ഫാത്തിമ ഉസാമ സാഹിബയും ദീർഘകാലം ക്ലെവ്ലാൻഡിൽ ലജ്ന സദറായിരുന്നു. उम्र है और जफरुल्लाह സന്തപ്ത കുടുംബാംഗങ്ങളിൽ 2 ആൺമക്കളുണ്ട്. മുഖീത്ത് ഉസാമ 56 വയസ്സ്, സഫറുല്ല ഉസാമ സാഹിബ് എന്നിവർ. बुलंद फरमाए और उनके बच्चे അവർക്കും ജമാഅത്തിനോട് വളരെ ആത്മാർത്ഥമായ പ്രത്യേക ബന്ധമാണുള്ളത്. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടികളെയും തലമുറയെയും എപ്പോഴും ജമാഅത്തുമായി ബന്ധപ്പെടുത്തി നിർത്തട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله